ലോ ഓഫ് തോട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ആദ്യം പറയാൻ പോകുന്നത്. ദ ടേം ലോ റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കണ്ടക്ട് which are to be followed by the people living in a society in their mutual intercourse and in their relation with the state. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ചില ബേസിക് നിയമങ്ങളുണ്ടല്ലോ, അതിനെയാണിത് സൂചിപ്പിക്കുന്നത്. These rules of conduct may be contained in the legislation, precedent, custom or conventional law അല്ലെങ്കിൽ agreement between parties. ഈ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ലോസാണ്. ഈ പ്രീസിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കോടതി പറയുന്ന നിയമങ്ങളുണ്ടല്ലോ, അതിനാണ് പ്രീസിഡൻ്റ് എന്ന് പറയുന്നത്. കസ്റ്റം ഓർ കൺവെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ലോസ് ഉണ്ടല്ലോ, അതിനാണ് കൺവെൻഷൻ അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ് എന്ന് വെച്ചാൽ രണ്ടാൾക്കാർ തമ്മിലുള്ള കരാറുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നിയമങ്ങൾ പലതരത്തിലുണ്ട്. അതായത് ലെജിസ്ലേഷൻ അറിയാലോ, ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. പ്രസിഡൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോടതികൾ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ. അടുത്ത കസ്റ്റം ഓർ കൺവെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ലോസ്. അടുത്തത് ദ ലോ ഇനാക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഇസ് കോൾഡ് ലെജിസ്ലേഷൻ. അതായത് നിയമസഭ പാസ്സാക്കുന്ന ലോസ് ഉണ്ടല്ലോ, അതിനാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. The law declared by the judiciary of the state is called precedent. നമ്മുടെ ഈ കോടതി വിധിയിലൂടെ ഉണ്ടാകുന്ന നിയമങ്ങളുണ്ടല്ലോ, അതിനാണ് പ്രീസിഡൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വേറൊരു പേര് അറിയപ്പെടുന്നത് കോടതി വിധി നിയമം എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. The rule of conduct which are voluntarily followed by people is called custom. ജനങ്ങൾ ഏറെ കാലമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു ലോ ഉണ്ടല്ലോ, അതിനാണ് കസ്റ്റം എന്ന് പറയുന്നത്. ദ റൂൾ ഓഫ് കണ്ടക്ട് മെയ്ഡ് ബൈ ദ പീപ്പിൾ ഇൻ ദെയർ എഗ്രിമെൻറ്റ് ആർ കോൾഡ് കൺവെൻഷണൽ കസ്റ്റം. അതായത് പരമ്പരാഗതമായി ഫോളോ ചെയ്ത് വരുന്ന നിയമം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കാലങ്ങളായിട്ട് ക്രിക്കറ്റിലെ ലോസും ഫുട്ബോൾ ലോസൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ള എക്സാമ്പിൾ. അതിനാണ് ഈ കൺവെൻഷണൽ കസ്റ്റം എന്ന് പറയുന്നത്. The law of a state can broadly be classified into two categories. അതായത് ഒരു രാജ്യത്തിൻ്റെ നിയമം നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതിലൊന്നാമത്തത് സിവിൽ ലോയും രണ്ടാമത്തെ ക്രിമിനൽ ലോയും. ഈ സിവിൽ ലോ എന്ന് പറയുമ്പോൾ ഈ സിവിൽ ലോ ഡിക്ലെയർസ് സം റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളെയൊക്കെ കുറിച്ചുള്ളതാണ് ഈ സിവിൽ കോടതി. ദേ ആർ എൻഫോഴ്സ്ഡ് ബൈ ദ സിവിൽ കോഡ്. ഇത് നടപ്പിലാക്കുന്നത് സിവിൽ കോടതിയാണ്. The civil justice aim to enforce the right as such. ഈ സിവിൽ ലോയുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ വ്യക്തികളുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ സിവിൽ കോടതിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം. If a person's right is violated by another person, the aggrieved person can approach the civil court and the civil court will try to enforce the right as such. അതായത് ഒരു വ്യക്തിയുടെ റൈറ്റ് മറ്റൊരു വ്യക്തി കാരണം ലംഘിക്കപ്പെട്ടു എന്നാൽ പിന്നെ ഈ ലംഘിക്കപ്പെട്ട വ്യക്തിക്ക് സിവിൽ കോടതിയെ സമീപിക്കാം. അപ്പോൾ കോടതി അയാളുടെ അവകാശങ്ങൾ നിലനിർത്താൻ ശ്രമിക്കും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എൻഫോഴ്സ് ദ റൈറ്റ് ആസ് സച്ച് ദ സിവിൽ കോർട്ട് വിൽ അവാർഡ് കോമ്പൻസേഷൻ ടു ദ അഗ്രീവ്ഡ് പേഴ്സൺ. അതായത് ഇപ്പം കോടതിക്ക് അയാളുടെ നഷ്ടപ്പെട്ടു പോയ അവകാശം കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോടതി കോമ്പൻസേഷൻ കൊടുക്കും. എന്ന് വെച്ചാൽ ഈ റൈറ്റ് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിക്ക് അഫക്റ്റഡ് ആയ പേഴ്സൺ, അതായത് ഈ റൈറ്റ് ലംഘിക്കപ്പെട്ട വ്യക്തിക്ക് കോടതി കോമ്പൻസേഷൻ കൊടുക്കും. അടുത്തത് ക്രിമിനൽ ലോ. ക്രിമിനൽ ലോ എന്ന് പറയുമ്പം ദ ക്രിമിനൽ ലോ പ്രൊഹിബിറ്റ് സർട്ടൻ ആക്ട്സ് ആൻഡ് ഒമിഷൻ ഓഫ് പേഴ്സൺ ആൻഡ് പ്രിസ്ക്രൈബ് പണിഷ്മെൻറ്റ് ഫോർ വയലേറ്റിംഗ് സച്ച് പ്രൊഹിബിറ്റഡ് ആക്ട് ആൻഡ് ഒമിഷൻ. അതായത് ഈ ക്രിമിനൽ ലോ ചില പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നിരോധിക്കും. അപ്പോൾ ഈ ബാൻ ചെയ്യുമ്പോണ്ടല്ലോ ആ കാര്യങ്ങൾ ലംഘിച്ചാൽ അവർക്ക് കോടതി പണിഷ്മെൻറ്റ് കൊടുക്കും, ശിക്ഷ കൊടുക്കും. ദ ക്രിമിനൽ കോഡ് പണിഷസ് ദ ഒഫൻഡേഴ്സ് ഫോർ വയലേറ്റിംഗ് ദ ക്രിമിനൽ ലോ. ഈ ക്രിമിനൽ ലോ വയലേറ്റ് ചെയ്ത കോടതി അതിന് പണിഷ്മെൻറ്റ് കൊടുക്കും. ദ ക്രിമിനൽ ജസ്റ്റിസ് എയിം ടു പണിഷ് ദ റോങ് ഡൂവർ.
എന്ന് വെച്ചാൽ ഈ തെറ്റ് ചെയ്ത ആൾക്ക് കോടതി എന്തായാലും ശിക്ഷ നൽകിയിരിക്കും. ദ ലോ ഓഫ് തോട്ട് ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. അതായത് നമ്മളിപ്പോൾ 2 ലോ പറഞ്ഞു, സിവിൽ ലോയും പറഞ്ഞു, ക്രിമിനൽ ലോയും പറഞ്ഞു. ഈ ക്രിമിനൽ ലോ എന്ന് വെച്ചാൽ നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും, ഈ ക്രിമിനൽ ലോ എന്ന് വെച്ചാൽ ഇപ്പം കോടതി ചില ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് കാര്യങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വയലേറ്റ് ചെയ്യുന്ന ആളെ കോടതി ശിക്ഷിക്കും. അതാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അപ്പം ഈ തോട്ട് വരുന്നത് ഈ സിവിൽ ലോയുടെ അണ്ടറിലാണ്. ദിസ് ബ്രാഞ്ച് ഓഫ് ലോ ഈസ് അഡ്മിനിസ്ട്രേർഡ് ബൈ ദ സിവിൽ കോർട്ട്. അതായത് ഈ ലോ നടപ്പാക്കുന്നത് സിവിൽ കോർട്ടാണ്. ഇൻ ഇന്ത്യ ദിസ് ബ്രാഞ്ച് ഓഫ് ലോ ഈസ് നോട്ട് ഫുള്ളി ഡെവലപ്ഡ്. നമ്മുടെ ഇന്ത്യയിൽ ഈ ലോ ഇപ്പോഴും ഫുള്ളായിട്ട് അങ്ങോട്ട് വികസിച്ചിട്ടില്ല. ദ ഇന്ത്യൻ കോർട്ട് ജനറലി ഫോളോ ദ ഇംഗ്ലീഷ് പ്രിൻസിപ്പൾസ് ത്രൂ ദേ ആർ നോട്ട് ബൗണ്ട് ടു ഫോളോ ദ ഇംഗ്ലീഷ് പ്രിൻസിപ്പൾസ്. നമ്മുടെ ഇന്ത്യൻ കോടതികൾ സാധാരണയായിട്ട് നമ്മുടെ ഈ ഇംഗ്ലീഷ് ലോ ഉണ്ടല്ലോ അതാണ് ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷേ അത് വലിയ നിർബന്ധമൊന്നുമില്ല ഈ ഇംഗ്ലീഷ് ലോ തന്നെ ഫോളോ ചെയ്യണമെന്ന്. The Indian courts are free to make necessary changes in the English principle to suit the Indian condition. അതായത് നമ്മുടെ ഈ ഇന്ത്യൻ സാഹചര്യങ്ങളനുസരിച്ച് ഈ ഇംഗ്ലീഷ് ലോ ചേഞ്ച് ചെയ്യാൻ കോടതികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.